thank you all for coming. And this is Nurses Week celebration from 6th onwards till 12th of December, 12th of May. And this is in between and 10th. And every year we celebrate this function as Aravam Season 3. You all may be having that feel of Aravam. And I am here to welcome officially all the dignitaries to this big function. It gives me an immense pleasure to welcome for this Nurses Week celebration our chief guest, Sri Kartik Singh, DIG, City Police Commissioner, Trivandrum, to this function. And Sri Kartikne കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് വായിച്ചു വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻസ് കുറ്റാന്വേഷണത്തിന് മികവിന് അവാർഡ് കിട്ടിയിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള വളരെ വിദഗ്ധനായ കുറ്റാന്വേഷകനും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു DIG, ഒരു പോലീസ് കമ്മീഷണറാണ് നമുക്ക് ഇന്നിവിടെ ഈ ഫംഗ്ഷൻ്റെ ഇനാഗുറേഷന് കിട്ടിയിരിക്കുന്നത്. മൃദുഭാവേ കഠിന കൃത്യം, ഇതാണ് കേരള പോലീസിന്റെ സ്ലോഗൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത് ഇത് മെയിനായിട്ടും DIG കാർത്തിക് IPSനെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സ്ലോഗൻ ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് ഹി ഈസ് ലൈക്ക് ദാറ്റ്. വളരെ സൗമ്യനാണ് in all the dealings, at the same time very strict with criminals and other things. So it is my privilege to welcome him to this function on behalf of the Nursing Department of himself, and welcome you, sir. അടുത്തത് എനിക്ക് വെൽക്കം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നജീബ് സാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ഹിംസെൽഫ്, ഞങ്ങളുടെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സാധാരണ മണിക്കൂറായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് വരുന്ന സാറാണ്. നമ്മുടെ എല്ലാത്തിൻ്റെയും പിന്നിൽ വളരെ സപ്പോർട്ടീവും ബാക്ക് ബോണുമായിട്ടുള്ള നജീബ് സാറിനെ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം. അടുത്തത് ഞങ്ങളുടെ CEO ആണ് മിസ്റ്റർ ജെറി ഫിലിപ്പ്. CEO ഞാൻ വെൽക്കം ചെയ്യണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വെൽക്കം ചെയ്യേണ്ട കാര്യമില്ല. ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ഫംഗ്ഷൻ. The entire function is fully supported and guided by our CEO, Mr. Jerry Philip. And എല്ലാ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ജെറി ഫിലിപ്പിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് മാഡം പ്രമീല ജോജി, മെഡിക്കൽ സൂപ്രണ്ടന്റ്, കൺസൾട്ടന്റ് ആൻഡ് HOD ഓഫ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. മാഡം എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മുടെ പരിപാടിക്ക് വരും എന്ന് എനിക്കറിയാം. സോ ഇത് അൺഒഫീഷ്യൽ ടു വെൽക്കം മാഡം പ്രമീല. എങ്കിലും ഒരു ഇനാഗുറേഷൻ്റെ ഫോർമൽ ഭാഗമായിട്ട് ഞാൻ മാഡത്തിനെ കൃത്യമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. And Mr. Jaswin, HOD of Human Resources Department. രാവിലെ മുതലല്ല, ഉച്ച മുതലേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെൽക്കം ചെയ്യുന്നത് മോശമാണെന്ന് എനിക്കറിയാം. എങ്കിലും സിൻസ് സ്റ്റേജിൽ പിടിച്ചു വെച്ച് ഞാൻ കൊണ്ടെത്തിയതാണ്. സോ ഐ വെൽക്കം ഹിം ടു ദിസ് ഫംഗ്ഷൻ. എല്ലാ സ്നേഹത്തോടും കൃത്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്യും. പിന്നെ ഈ ഫംഗ്ഷനിലേക്ക് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക്. മിസ് അവനി ഗസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവനി നമ്മുടെ ഒരു ഗസ്റ്റാണ്. ആൻഡ് സ്പെഷ്യലി ഷീസ് എ സിംഗർ. സരിഗമപ്പ എന്ന ചാനലല്ല റിയാലിറ്റി ഷോയിൽ റണ്ണറപ്പാണ്. ഷീസ് എ സിംഗർ. കർണാടിക് മ്യൂസിക്കും എല്ലാം പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാണ് അവനെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക കാരണമുണ്ട്. ഷീ വാസ് അവർ ഗസ്റ്റ് ആസ് എ പേഷ്യൻ്റ് നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് അറ്റ് ദ ഏജ് ഓഫ് 11 ഷീ വാസ് അവർ പേഷ്യൻ്റ്. അപ്പം നഴ്സസിൻ്റെ എല്ലാവിധ കരുണയോടും എമ്പതിയോടും കൂടെ ഉള്ള കെയറിൻ്റെ ഭാഗമായി കെയർ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഗസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ അവന് വാസ് മോർ ദാൻ ഹാപ്പി ടു കം for this function and also to ഇവിടെ ഒരു പെർഫോം ചെയ്യാനും കൂടെ ഏറ്റിട്ടുണ്ട്. So after this program we will be having her
one or two songs in our program. So അവനി എല്ലാ സ്നേഹത്തോടും കൂടെ ഇവരെല്ലാം പേരിൽ as a guest, special guest of this function and the previous guest, I welcome each one of you. Okay, then ഇപ്പോൾ ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സസ് തന്നെയാണ്. എല്ലാ നേഴ്സസിനെയും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റ് HODs, ഒരുപാട് ഡോക്ടേഴ്സ്, എൻ്റെ HR ടീം ഇവിടെ ഉണ്ട്, ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. സെക്യൂരിറ്റി ടീം ശ്രീവിദ്യത്തൊക്കെ വന്നു എന്നറിയില്ല, വരും. അപ്പോൾ എല്ലാ HODസിനെയും ബാക്കി എല്ലാ ഡിഗ്നിറ്ററീസും എല്ലാ നഴ്സസിനെയും ഒരിക്കൽ കൂടെ വളരെ കൃത്യമായ ഭാഷയിൽ സ്നേഹത്തോടെ ഈ ആരവം സീസൺ 3യിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമ്മളിവിടെ ഈ ആരവം സീസൺ 3 ഒന്നുകൂടെ ഉഷാറായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഇറ്റ് വാസ് ഗോയിങ് ഓൺ. സോ വെൽക്കം ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ടു ദിസ് ഫംഗ്ഷൻ ആൻഡ് താങ്ക് യു. Thank you, ma'am. To officially mark the beginning of Aravam Season 3, may I now request our esteemed dignitaries and guests to kindly come forward for the ceremonial inauguration and lighting of the lamp. Sri Najib, Sri Jerry Philip, Major Beena, Kumari Avani, Srimati Avani, Dr. Pramila, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ കിംസിൻ്റെ നഴ്സസ് കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാം ഇവിടെ കിംസിൻ്റെ കുടുംബാംഗങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു പേഷ്യൻ്റായിട്ട് ഇവിടെ നിരന്തരം വരുന്ന ഒരു കുടുംബാംഗമാണ്. So as a patient, I am also part of KIMS family. ഞാൻ തിരുവനന്തപുരം പോസ്റ്റഡ് ആയിട്ടിരുന്ന എല്ലാ കാലഘട്ടത്തിലെയും അത്യാവശ്യ കാര്യങ്ങൾ, ആദ്യം ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വരുന്നതും എൻ്റെ മക്കൾ വരുന്നതും ഫാമിലി വരുന്നതും ഇവിടെ തന്നെയാണ്. പ്രത്യേകിച്ച് I disturb Sri Najib for any medical emergencies. So he is not only supportive of you as well as for me also personally and for my department also. Any emergency, anytime we request him, all medical assistance will be extended to all police family members. So at this occasion, I thank him for that support which he is giving. It's a big social service they are doing for decades and decades. And ഈ നമ്മളെല്ലാം എന്തെങ്കിലും വൈദ്യം എന്ന് പറയുമ്പോൾ അത് ഡോക്ടറാണ് നമ്മൾ ആദ്യം എല്ലാവർക്കും ഓർമ്മ പറയുന്നത്. പക്ഷേ അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ നഴ്സസാണ്. ശരിക്കും പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇഷ്ടംപോലെ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടുണ്ട്. വാക്സിൻസ് ആയിട്ടും ആൻറ്റിബയോട്ടിക്സ് ആയിട്ടും ബ്ലഡും കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ. നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഡോക്ടറെ എനിക്ക് വന്ന് ചെയ്തത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. Except എൻ്റെ അനിയൻ ഒരു ഡോക്ടറാണ്, ഈസ് എ കാർഡിയോളജിസ്റ്റ്. ഐ എം ഓൾസോ പാർട്ട് ഓഫ് മെഡിക്കൽ ഫാമിലി ബേസിക്കലി. സോ അവൻ എനിക്ക് ഒരു ദിവസം ചെന്നൈയിൽ ഞാൻ അസുഖം പിടിച്ച് കിടന്നപ്പോൾ ആൻറ്റിബയോട്ടിക് IV ആയിട്ട് എനിക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഒരു ഡോക്ടർ എനിക്ക് ഈ ചികിത്സ ഈ ഇഞ്ചക്ഷൻ കൊടുത്തത് ഞാൻ കണ്ട അനുഭവമാണ്. അത് അനിയനായതുകൊണ്ടാണ് എനിക്ക് അവൻ സ്വന്തമായിട്ട് ചെയ്തത്, അല്ലെങ്കിൽ അവൻ ചെയ്യില്ല. അപ്പം അതുകൊണ്ട്
ഞാൻ ഡോക്ടേഴ്സ് കുറ്റപ്പെടുത്താനല്ല, ദാറ്റ് ഈസ് ഹൗ ദ ഹെൽത്ത് സിസ്റ്റം. സോ ദേ ആർ there for diagnosing the disease and giving the specifying the treatment, but rest everything is done by the paramedical staff and especially the nurses who are the backbone of the entire health system in the world. നോട്ട് ഓൺലി ദാറ്റ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സയ്ക്ക് പോകുമ്പോഴും അഡ്മിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സമയം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് നഴ്സസോടെയാണ്, അല്ലാതെ ഡോക്ടറോടല്ല. ഡോക്ടറോടെ നമ്മൾ കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റോ 7 മിനിറ്റോ, if it is such a serious issue we may interact. അതർവൈസ് നമ്മൾ അവിടെ എത്തിയത് തൊട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്ത് ഇറങ്ങുന്ന വരെ, പടിയിറങ്ങുന്ന വരെ നമ്മൾ മുഴുവൻ കാര്യങ്ങളും നമുക്ക് സ്നേഹത്തോടെയും നമ്മളെ സ്വീകരിക്കുകയും നമ്മളുടെ എല്ലാ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് നമ്മളുടെ എല്ലാ പാരാമീറ്റേഴ്സും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യുന്നത് എല്ലാം നഴ്സസാണ്. ശരിക്കും ആ ഒരു ഈ പേഷ്യൻസ്, ഇഫ് ദ പേഷ്യൻസ് ഈസ് നോട്ട് ഗെറ്റിംഗ് എ ഗുഡ് നഴ്സ് കെയർ, ശരിക്കും പറഞ്ഞാൽ ആ പേഷ്യൻസ് ഡിമോറലൈസ് ആയിപ്പോകും. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രാധാന്യം, നഴ്സസിൻ്റെ പ്രാധാന്യം. സോ സിൻസ് ദേ ആർ ദ ബാക്ക് ബോൺ ഓഫ് ദിസ് ഹെൽത്ത് സിസ്റ്റം ഇൻ ദ വേൾഡ്, നോട്ട് ഓൺലി ഇൻ ഹിയർ, ദ എൻറ്റയർ വേൾഡ്, at this occasion, August occasion, I appreciate their services. Especially we have seen, ഞാൻ നേരിട്ട് കണ്ടതാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ എറണാകുളം ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. ആ സമയത്ത് ഞാൻ ജില്ലാ പോലീസ് മേധാവി ആയിരുന്നത് കൊണ്ട് ഫ്രണ്ട് ലൈൻ വാരിയേഴ്സും പറയപ്പെടുന്ന ഹെൽത്തും പോലീസും എല്ലാം അതിനുള്ള കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ശരിക്കും ഹൗ മച്ച് ഡിഫിക്കൽട്ടി ദേ ഹാവ് അണ്ടർഗോൺ, എത്രമാത്രം ബുദ്ധിമുട്ട് ആ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചിട്ടുണ്ട്. ദേ റിസ്ക് ദർ ലൈഫ്സ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. ഒത്തിരി നഴ്സസ് ആ കാലഘട്ടത്തിൽ ആ കോവിഡ് എന്ന് പറയുന്ന ഡിസീസസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ആരോഗ്യം ഉണ്ടാവും, നമ്മൾ ജീവിച്ചിരിക്കുമോ മറിച്ചു പോവോ ഐഡിയ അല്ലാതെ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിച്ചത് നമ്മളുടെ നഴ്സുമാരാണ്. 24 മണിക്കൂറും വീട്ടിൽ പോലും എനിക്കറിയും മാസങ്ങളായിട്ട് വീട്ടിൽ പോലും പോകാതെ, കുഞ്ഞുങ്ങളെ പോലും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത ഒരു വിഭാഗമാണ്, സമൂഹത്തിലെ ഒരു വിഭാഗമാണ് ഈ പറയുന്ന നഴ്സസ്. അതുകൊണ്ട് I salute them for their great service they are doing to the society. Keep doing your great service. It is my honor and privilege being here. If it is any other program, definitely I would have said me. For 2 reasons. One, it is nurses program. Second, it is KIMS. And since I am also, I feel I am also part of KIMS family, being a patient side. So I felt I should come for this program. So it's my honor for being here. I wish each and everyone a wonderful life. Thank you so much. Now I would like to invite Mr. E.M. Najib, Executive Director, KIMS Health, to deliver the felicitation address. Our special guest who has inaugurated this function, Sri Karthik IPS, one of the most dynamic police officers on the stage, Jerry Phillips, CEO, Major Beena, Ravani, Dr. Pramila, Joji, Justin, and all the KIMS family members. You know, our special guest has been, sharing his experiences when he has been dealing with the nursing community for the last so many years. That itself is a great certificate for all the nurses who are assembled here, especially from KIMS, because he has been experiencing many services of KIMS for the last many years. That is why he has been here. So, special thanks to everyone who have given excellent services, not only to Karthik, but also to many thousands of patients who have been coming to our hospital for the last many years. If we talk about nursing, Nurses Day is celebrated on the 12th of May every year.
Probably we have another function which is going to be held at KIMS after Chairman comes on 12th evening. But this is a cultural program celebrated and organized by the nursing community, and they have started the program from 3 o'clock onwards and doing wonderful programs, enjoying themselves. And we have, all of us have experienced the services of nursing, either when we were born or subsequently or again and again. I have been experienced many times the services of KIMS nursing staff, and I was admitted in the hospital. I must gratefully acknowledge and express my sincere gratitude for the excellent way they have looked after me when I was very ill in our hospital alone. But I've experienced such nursing care in many other hospitals. Nursing community services is worldwide appreciated, and everyone, when we talk about nursing, they have always a lot of respect, regard, and gratitude to the nursing community. The backbone, as Karthik said, the backbone of healthcare is not only doctors, but also healthcare, but also nursing community and other healthcare professionals. But nursing community, they always, they're very passionate, very kind, not only the patient, but their families, the bystanders, the management, everyone. It's a very tricky situation for them. They always face a lot of tension immediately after coming to the hospital till they leave the hospital. So it's a real balancing job with a lot of commitment and passionate and human service, which has been appreciated every time. So when we celebrate the Nursing Day, it's really, we are here to sincerely from the bottom of our heart to thank everyone for their commitment to the humanity. And I would like to express on behalf of KIMS management and everyone assembled here to express our gratitude and thanks to everyone and congratulate everyone for organizing such a wonderful function. Thank you. Good evening, everybody. Good evening. Anyway, respected chief guest, Karthik ji, respected Najib sir. Najib sir is an integral part of the KIMS family from day one. Sir, the function complete. So, Najib sir, thank you so much for being with us. Karthik ji, thank you so much for sparing your valuable time on this Sunday and coming us and cheering our team. Thank you so much. Major Bina, thank you for organizing this program. Thank you so much. Avani, thank you. We are all ears for you to hear your beautiful voice. Dr. Pramila Joji, nurses, so Medical Superintendent Dr. Pramila, dear Jasmine, all the doctor friends, all the organizers of this program, fantastic. A loud round of applause to these people who have organized, and finally to each one of you. We all heard nurses are the backbone. Really, the nurses are the backbone. So our nurses day actually every day belongs to nurses. Round of applause for each one of you, for the super sacrifices, for the care and the compassion that you show. You deserve the entire year for you. Florence Nightingale, the birthday of Bhagavaitana, nurses day celebrated. Yeah. Lady with the lamp. Our lamp, നിങ്ങൾ ഓരോരുത്തരിലൂടെയും ഇന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. തോക്കില്ല മക്കളെ, തോക്കില്ല, നിങ്ങൾ ആരും തോക്കത്തില്ല. Let the lamp keep being lit, and with all your energy, for all your compassion, this lamp will keep lighting, and the beauty and the glory will keep going on. So keep it up. Usually they say doctors are the brain of the hospital, and nurses are the heart of the hospital. So let that heart keep beating
keep giving and keep, taking care of our guests with all extents without any blocks. പിന്നെ ഈ മദേഴ്സ് ഡേയും നഴ്സസ് ഡേയും വളരെ അടുത്ത ദിവസമാണ്. ടുഡേ ഹാപ്പൻസ് ടു ബി മദേഴ്സ് ഡേ. അപ്പോൾ ഈ മദേഴ്സ് ഡേയും നഴ്സസ് ഡേയും അടുത്തടുത്ത ദിവസങ്ങൾ വന്നതിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, മദേഴ്സിൻ്റെ ആ സ്നേഹവും ആ കെയറും ആ സാക്രിഫൈസ് എല്ലാം സാധാരണ കുട്ടികളാണ് അനുഭവിക്കാറുള്ളത്. പക്ഷേ നഴ്സസിലൂടെ ആ മാതൃത്വം എന്ന് പറയുന്ന സ്നേഹം ലക്ഷം കോടിക്കണക്കിന് ആളുകളിലേക്ക് ആ സ്നേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കും ഈ 2 ദിവസവും വളരെ അടുത്തടുത്ത ദിവസങ്ങൾ വന്നിരിക്കുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷോർട്ടൻ മൈ മെസ്സേജ്. നിങ്ങളെല്ലാം അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കാൻ റെഡിയായിരിക്കാൻ അറിയാം. പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. Let the lamp keep shining which Florence Nightingale has lit. Wishing you all the very best. Thank you. I would also like to thank each one of you for organizing the wonderful program. Let the Aravam keep its Aravam. Thank you. We need you. So much we love and respect each one of you. പിന്നെ നഴ്സസിനെ പറ്റി പറയുമ്പോൾ ഒറ്റ ലൈൻ, ഫ്രം ബോൺ ടു ടോം. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് നിയോനറ്റോളജിസ്റ്റ് ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ കുഞ്ഞിനെ തുടച്ച് റെഡിയാക്കി ഒരുക്കി ആ പേരൻസിനെ കാണിക്കുന്ന ഫസ്റ്റ് ലുക്ക് നഴ്സസ് ചെയ്യും. സെയിം വേ കണ്ടടഞ്ഞ് കിടക്കുമ്പോൾ മരിക്കുമ്പോൾ ദേഹമെല്ലാം തുടച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി വൈറ്റ് ക്ലോത്തിലാക്കി ആ ഫൈനൽ turning out of the hospital also they does. So this is a wonderful job what you are doing. I appreciate all of you. Love you all. മക്കളെ ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾ തൂക്കി. Bye. ബാക്ക്ബോൺസ് ആണ് നഴ്സിംഗ് ലീഡേഴ്സും ബീന മാം നയിക്കുന്ന നഴ്സിംഗ് ലീഡേഴ്സ്. അതിലെ 2 രത്നങ്ങൾ തന്നെയാണ് മിസ് മെറിൻ മോൾ ആൻഡ് ലിജു സക്കറിയ. സോ നമുക്കത് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാം. Happy birthday to you. Happy birthday dear Lisa. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, and the sun to you. Happy birthday to you. Happy birthday. Upon Mr. Liju Sakaria and Miss Merin Moore for receiving a token of love from our nursing department as a birthday gift. Liju Sakaria and Merin Moore, please join on the stage. Good evening, everyone. It's an honor to propose the vote of thanks for today's celebration of International Nurses Day Inauguration Program. First and foremost, we extend our deepest gratitude to our guest of honor and rest of the speakers for their presence today. Can we have a big round of applause? Your insightful words have not only celebrated the history of our profession, but have also changed us to keep pushing the boundaries of clinical excellence. We thank you for a special thank to our hospital administration and leadership team. Thank you for recognizing the value of nursing workforce and for your continuous support in providing us with resources and environment necessary to deliver high quality patient care. To the organizing committee, thank you for the meticulous planning that went into this event. From the decoration to the scheduling, your hard work pays off. Behind the scenes made the celebration possible. Thank you. Can we have a big round of applause to the team? We also thank our multidisciplinary colleagues. We have a lot of doctors joining with us, technicians and supporting staff including securities and housekeeping. Healthcare is a team sport and we truly appreciate the collaboration and mutual respect we have each other on daily working. Thank you all. Finally and most importantly, a heartfelt thank you to all the unsung nurses, heroes in attendance and those currently on duty. Whether you are working in critical care or non-critical care or in administrative leadership, your dedication is patient safety and quality improvement is the backbone of all the healthcare organization. Thank you for your resilience, your daily empathy and your unwavering commitment to the healing ministry. Thank you once again, each one of you, for blessing this occasion wonderfully with the God blessing. Thank you. പക്ഷേ somebody
for all this function, that is none other than our beloved chairman, Dr. M. Sadullah. In this absence, we were supposed to be here. എന്തെങ്കിലും ഒരു അവസരം സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ സാറിവിടെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എങ്കിലും ഇന്ന് പ്രത്യേക കാരണങ്ങളാൽ സാർ ഇവിടെ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ if I don't thank him on this occasion, it is unfair on my part. And എല്ലാ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിലും എൻ്റെ കിംസ് ഫാമിലിയുടെ പേരിൽ കിംസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് നഴ്സിംഗിന്റെ പേരിൽ സാറിവിടെ ഇല്ലെങ്കിലും എല്ലാ ആദരങ്ങളും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നജീബ് സാർ ഉണ്ട്. I request sir to convey my and departments and my gratitude to him, even on his absence. Thank you. Thank you, ma'am. May I now request our respected dignitaries and guests to kindly join us and enjoy the cultural programs. ഒത്തിരി സ്റ്റേജ് ഷോസും അവരുടെ സമയം വളരെ നമ്മുടെയൊക്കെ സമയത്തെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓ ട്രാവലിംഗ് എന്തെങ്കിലും ഒരു വാക്ക് പറയുക എന്നിട്ട് ഓക്കെ. ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഞങ്ങളെ ട്രീറ്റ് ചെയ്ത് കുറച്ച് വലുതായപ്പോൾ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു. ഇപ്പോഴും ആ ഒരു സ്നേഹം ഞങ്ങളോടുള്ള കുഞ്ഞാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എന്നോട് വരാൻ കഴിഞ്ഞാലും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞാലും. ആക്ച്വലി ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു. എനിക്ക് നാളെ എക്സാം ഉണ്ട്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. നാളത്തെ എക്സാം കൂടെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഡിഗ്രി ജീവിതം അവസാനിക്കും. പിന്നെ കിംസായിട്ട് എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 എനിക്ക് 13 വയസ്സുള്ളപ്പോൾ. ഇപ്പം എനിക്ക് 21 വയസ്സാവാറായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ ഒരു ബ്രേക്കപ്പ് ഞാനും കിംസായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാലും എനിക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ് ആദ്യം വരുന്നത്. സോറി, കുറച്ചൊരു പ്രശ്നത്തിനിടയിലായിപ്പോയി, അതാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ ആർക്കൊക്കെ പാട്ട് പാടാനറിയാം? ഒരു പാട്ട് പാടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ മൈൻഡും ഓക്കെ ആവും, നിങ്ങൾ കുറച്ചൊന്നും ഓക്കെ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് പാടാൻ ആർക്കൊക്കെ അറിയാം? ഓക്കെ, ഒരു കൈ പൊങ്ങി. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തർക്കിക്കോ? ഇല്ല. അപ്പൊ നമുക്കൊരു പാട്ട് ഒരുമിച്ച് പാടി നോക്കാം. ഇച്ചിരി ടഫായിട്ടുള്ള സോങ് ആണ്. ഫസ്റ്റ് വരി ഞാൻ പാടും, രണ്ടാമത്തെ വരി നിങ്ങൾ പാടണം. ഓക്കെ, അടുത്തിരിക്കുന്ന ആൾ എന്തിനു വിചാരിക്കും എന്നുള്ള മാനക്കേടൊന്നും ആർക്കും വേണ്ട കേട്ടോ. ഓക്കെ. കാക്കേ കാക്കേ കൂടെ വിടെ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ? ഇല്ല തരില്ല നെയ്യപ്പം. ഇനി പറയുന്നത് ആർക്കൊക്കെ പാട്ട് പാടാൻ അറിയാം? എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാം. എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാം. അപ്പൊ ഇനി ഞാൻ എൻ്റെ ലൈഫ് കുറച്ചു നേരം നിങ്ങളുടെ അടുത്തൊക്കെ, എൻ്റെ ലൈഫിനെ കുറിച്ച് നിങ്ങളുടെ അടുത്തൊക്കെ കുറച്ചു നേരം സംസാരിക്കാൻ പോവാണ്. അലപ്പും ബഹളമൊന്നും വേണ്ട, ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് അലക്കണ എല്ലാത്തിനും ഞാൻ പോകും. ഓക്കെ, അപ്പോൾ എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തത്. അതിന് വഴികാട്ടിയായത് ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറുണ്ട്. ഡോക്ടറിനെ കാണിച്ചു. എനിക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടി. ഞങ്ങൾ തിരിച്ചു വന്ന് പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ 5 വയസ്സ് മുതൽ പാട്ട് പഠിച്ചു തുടങ്ങിയതാണ്. കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് സ്റ്റേജ് കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 8ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജിൽ പങ്കെടുക്കാൻ പറ്റും. അതുവരെ നമുക്ക് സബ് ജില്ലാ കലോത്സവങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനൊരു സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ 7ാം ക്ലാസ് വരെ നമ്മൾ ജില്ലയിൽ പോകുന്നു, ഫസ്റ്റ് വാങ്ങിക്കുന്നു, പങ്കെടുക്കുന്ന എല്ലാ ഇതിനും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇങ്ങനെ തുടർച്ചയായിട്ട്. അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കണം. അപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് പത്രത്തിൽ നമ്മുടെ ഫോട്ടോ വരും, നമ്മുടെ വാർത്ത വരും. ഇപ്പോൾ 10-16 പേരൊക്കെ നമ്മൾ അറിയും. അപ്പോൾ ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ കൊണ്ട് 8ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിൽ ചെന്ന് കലോത്സവത്തിൽ പങ്കെടുത്തു. അപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ എനിക്ക്
ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് എറണാകുളത്ത് വെച്ചിട്ടൊരു മ്യൂസിക് റിയാലിറ്റി ഷോൻ്റെ ഓഡിഷൻ ഉണ്ടായിരുന്നു. ഓഡിഷന് പോയി, അതിലും സെലക്ഷൻ കിട്ടി. തിരിച്ച് ഞാനും എൻ്റെ അമ്മയും കൂടെ ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഒറ്റ ശ്വാസത്തിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടൊക്കെ 1000 ശ്വാസം എടുത്താലേ പാടി തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറുണ്ട്, അങ്കിളിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും പുള്ളി ഇതുപോലെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി. എൻ്റെ അമ്മ പിശുക്കി ആയതുകൊണ്ട് അമ്മ പറഞ്ഞ് ഇതൊന്നും എടുക്കണ്ട, അങ്ങേർക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും കാര്യങ്ങളും പറയും, നമുക്കിതൊന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് വീട്ടിൽ പോയി. പക്ഷേ അമ്മ അറിയാതെ ഞാനും അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവസാനം അങ്കിളിനെ കാണേണ്ട ദിവസമായപ്പോഴത്തേക്കും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞില്ല, ടെസ്റ്റ് ചെയ്ത കാര്യമൊന്നും അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. അമ്മേനെയും കൂടെ കൊണ്ടുപോയി. പോയപ്പോഴത്തേക്കും അന്ന് എന്നെ മുറിയിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം മുറിയിൽ നിന്ന് പുറത്താക്കി ഇവരുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നത് കിംസിലെ തൊറാസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. വന്ന് അവിടുത്തെ ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല. ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഇത് പ്രായമായി കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടികളിൽ തൈമസ് പോലൊരു ഗ്രന്ഥി വളരും, അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചുരുങ്ങി പോകും, ചിലർക്ക് ചുരുങ്ങി പോകില്ല, അത് നമുക്കൊരു സർജറി ചെയ്താൽ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. സർജറി കണ്ടപ്പോഴത്തേക്കും നല്ല പേടിച്ചു. കാരണം നെഞ്ചൊക്കെ കീറി മുറിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പാടും, ഇതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓരോ ദിവസം കൂടുമ്പോഴത്തേക്കും എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളില്ലാതെ തന്നെ അച്ഛൻ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ നമുക്ക് സർജറി ചെയ്യാം, മോക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് കൂടുന്നുണ്ട്. അന്ന് അങ്ങനെ എൻ്റെ അച്ഛനെ ചീത്ത വിളിച്ച് അവിടെ നിന്ന് വെളിയിൽ ഇറക്കി വിട്ട്. എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോന്നിൻ്റെ കുഴപ്പം, ഞാൻ പറഞ്ഞതല്ലേ 6-7 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, നിങ്ങൾക്കിനി ഞാൻ 50 രൂപ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണമെന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ അച്ഛൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കിംസിലെ തന്നെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് കാണിച്ചു. അതാണ് പ്രമീള മാം. മാമിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും മാം പറഞ്ഞു, നമുക്ക് ഇതിവിടെ അല്ല ട്രീറ്റ് ചെയ്യാനുള്ളത്, ഇത് പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് മാം അമീർ ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തു. ഞങ്ങൾ അമീർ ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്കൊരു എക്സ്റേയിൽ ആക്കാൻ പറ്റൂല, നമുക്കൊരു CT സ്കാൻ എടുക്കാം. പക്ഷെ അന്ന് എന്തോ ദൈവസഹായത്തിന് എൻ്റെ അമ്മ പിശുക്കിയൊന്നും ആയില്ല. അമ്മ എന്നെ കൊണ്ട് വീട്ടിൽ വന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ ആ ഇൻഷുറൻസ് എടുത്തിട്ട് പോയി എടുക്കാം എന്നുള്ള പ്ലാനിൽ അമ്മ എന്നെ കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. പക്ഷേ അന്ന് ദീപാവലി ദിവസമായിരുന്നു. രാത്രി എല്ലായിടത്തും നന്നായിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് വരുന്നില്ല. രാത്രി 12 മണിയായപ്പോഴത്തേക്കും നമ്മൾ ആൾക്കാർ മരിക്കുമ്പോഴത്തേക്കും വിറവൊക്കെ വെച്ചിട്ട് തീയിടൂലേ, ആ ബോഡിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. അതിൻ്റെ അകത്ത് കിടക്കുന്ന ബോഡി, എനിക്ക് ചൂട് സഹിക്കാൻ വേണ്ടി. അപ്പം 13 വയസ്സുള്ളപ്പോൾ ഞാൻ പറയുന്നത്, അത് സഖാക്കളുടെ രക്തം എപ്പോഴും തിളപ്പുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടക്കുന്നെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് തന്നെ എൻ്റെ പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതായി. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ബാഗൊന്നും തൂക്കാൻ വയ്യ, വെയിറ്റ് എടുക്കാൻ വയ്യ, ഒരു വരി പോലും പാടാൻ വയ്യ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ തൊഴിലിട്ട് പറഞ്ഞ്, അച്ഛൻ എന്നെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകണം, പക്ഷെ ഒറ്റ ഡിമാൻഡ് കിംസിലാണ് ഞാൻ വരും. എന്തിനാണ് 13 വയസ്സുള്ള ഞാൻ കിംസ് ചൂസ് ചെയ്തതെന്ന് ആരും എൻ്റെ അടുത്ത് ഇതുവരെയും ചോദിച്ചിട്ടില്ല. എൻ്റെ വിശ്വാസമായിരുന്നു കിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്നെ നേരെ കിംസിൽ എമർജൻസി വാർഡിൽ അഡ്മിറ്റാക്കി. പിന്നെ അവിടെ നിന്ന് CT എടുത്തു, ബയോപ്സി ചെയ്തു. അപ്പോഴത്തേക്കും ലിംഫോപ്ലാസ്റ്റിക് ലിംഫോമ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് എൻ്റെ ജേർണി ആക്ച്വലി 2018 ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. ഡോക്ടർ ബോബൻ തോമസിൻ്റെ അങ്കിളായിരുന്നു ഡോക്ടർ എൻ്റെ ഡോക്ടറുകളാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. ഞാൻ അവിടെ വെച്ചാണ് സുരേഷ് ബ്രോനെ കാണുന്നത്. എനിക്ക് 13 വയസ്സുള്ളപ്പോഴും എനിക്ക് 21 വയസ്സുള്ളപ്പോഴും ആ മനുഷ്യൻ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം പ്രായം കൂടില്ല. ഏത് കയ്യിലാണ് അടിക്കുന്നത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയുള്ള നിങ്ങൾ എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കണം, ഈ പ്രായം ഇങ്ങനെ കുറച്ച് വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. അപ്പോൾ എനിക്ക് പിഡ്ലൈൻ ഇടുന്നത് സുരേഷ് ബ്രോ ആണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സുരേഷ് ബ്രോയുടെ മുഖം മറക്കൂല. അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ മാലാഖമാരെ കാണുമെന്ന് പറയുന്നില്ലേ, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാലാഖമാരെ കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. ഞങ്ങളുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഷീജ ചേച്ചി ഉണ്ട്, സീല ചേച്ചി, രാജി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒത്തിരി മാലാഖമാരുണ്ട് എൻ്റെ ലൈഫിൽ. ഞാനിപ്പോൾ ഇത്ര ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരെല്ലാവരും തന്നെയാണ്. അപ്പോൾ അവരുടെ
അവരുടെ ഒരു പ്രോഗ്രാമിന് ഇന്ന് ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഒരു വരി പോലും പാടാൻ പറ്റാതായി. ഞാൻ പീഡിയാട്രിക്കിൻ്റെ 9 കീമോ എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സൈഡ് എഫക്ട്സ് എൻ്റെ ബോഡി കാണിച്ചില്ല ആ 9 കീമോയ്ക്ക്. ഞാൻ ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഞങ്ങളിവിടെ വന്ന സമയത്തും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു കിംസ്. പക്ഷെ എൻ്റെ എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും കൂടെ നിന്ന ഒരു ഹോസ്പിറ്റലും കൂടെയാണ് കിംസ്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇവിടുത്തെ ഫുഡ് ചില സമയത്ത് ഒക്കത്തില്ല, പക്ഷെ അതിന് ഇവർ അപ്രൂവൽ തന്ന് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് എൻ്റെ മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്ന എൻ്റെ ഡോക്ടറുകൾ. അപ്പോൾ അങ്ങനെ എൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ എല്ലാം നേടിയെടുത്തത്. അപ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റി. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3 ഐറ്റത്തിന് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തു. ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, മലയാള എക്സ്പ്രഷൻ. ഉറക്കം വരുന്നുണ്ടല്ലേ? ഞാൻ കണ്ടു, ഞാൻ കോട്ട് വരുന്നതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി എന്നെയാണ് പറയണതെന്ന്. പാട്ട് പാടണോ? അല്ലെങ്കിൽ ഇവിടെ വന്നൊരു പാട്ട് പാടാം. ഞാനിപ്പോൾ എന്താ പറഞ്ഞു നിർത്തിയേ? പോയിട്ട് ഉറങ്ങെടുക്കാം, വീട്ടിൽ പോയിട്ട് പറഞ്ഞു. ഓക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് SSLC എക്സാം ആയിരുന്നു. ഞാൻ 8, 9, 10 സ്കൂളിൽ പോയിട്ടില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ മുമ്പ് നമ്മളിൽ കഥ കേൾക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? കുറേ പേരുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. ഇവിടെ കോടാലി വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്കും ദേവത പ്രത്യക്ഷപ്പെടുന്ന കഥ ആരെങ്കിലും ഒക്കെ കേട്ടിരുന്നല്ലോ? ഉണ്ട്. അതുപോലെ എൻ്റെ ലൈഫിൽ പ്രത്യക്ഷപ്പെട്ട ദേവതയാണ് എൻ്റെ അമ്മ. അമ്മ 2 കൊല്ലം കലാത്തിലൊക്കെയായിരുന്നു. പാട്ടുപാടും, ഡാൻസ് കളിക്കും, അഭിനയിക്കും, എല്ലാം ചെയ്യും. പക്ഷേ അമ്മേനെ കെട്ടിച്ചുകൊണ്ട് വന്ന ഒരു കൂട്ടുകുടുംബത്തിലോട്ടാണ്. അപ്പം ഞാനൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ജോലിയൊക്കെ കളഞ്ഞ് എല്ലാം കളഞ്ഞ് ഞങ്ങളുടെ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പം അമ്മയ്ക്ക് ഇപ്പം വീട്ടിലെ അമ്മയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എന്നെ നോക്കണം. എൻ്റെ അമ്മമ്മയുണ്ട്, അമ്മമ്മയ്ക്ക് അൽഷിമേഴ്സാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇവരെല്ലാവരെയും നോക്കുക, പിന്നെ അടുക്കളയുടെ കാര്യങ്ങൾ നോക്കുക. അപ്പം ഈ അമ്മ എനിക്ക് പഠിക്കാനുള്ള പോർഷൻസ് എടുത്ത് വായിച്ചിട്ട് 1-2 തവണ വായിച്ചിട്ട് അമ്മ തിരിച്ച് പറഞ്ഞേൽപ്പിക്കും. അപ്പം നമുക്കൊരു വാശി വരും, ഒരു പണിയെടുക്കാതിരിക്കണം, അമ്മയ്ക്ക് പഠിക്കണമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ. പിന്നെ അതുപോലെ കുറേ സാറുമാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാശിപ്പുറത്ത് പഠിച്ചതാണ്. ദൈവം സഹായിച്ച SSLC എക്സാമിന് ഫുൾ A+ കിട്ടി. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് കാരണം പത്രത്തിൽ ഫോട്ടോ വരാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ക്യാൻസറിനെ മറച്ചു വെച്ചില്ല. ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ എൻ്റെ സെയിം ഏജിലുള്ള പല പെൺകുട്ടികളും വരാറുണ്ട്. ഹിന്ദു പെൺകുട്ടികളായിരിക്കും, പക്ഷേ പർദ്ദയെ കെട്ടിട്ടാണ് വീട്ടുകാർ കൊണ്ടുവരുന്നത്. അവരെപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ ഭാവി എന്താവും എന്നാണ്. പക്ഷെ ഭാവിയിലൊന്നും ഒരു കാര്യമില്ല, പ്രസന്റിൽ നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാ പാരൻസും മനസ്സിലാക്കിയ ആ കൊച്ചിന് ഭയങ്കര സന്തോഷമായിരിക്കും. എൻ്റെ ബാക്ക് ബോണായിട്ട് എൻ്റെ അച്ഛനും അമ്മയും നിന്നിട്ടുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങളിപ്പോൾ ആരുടെ അടുത്ത് പറയുന്നത് എനിക്ക് ക്യാൻസർ ആണെന്ന്. ഇതിനെ സർവൈവ് ചെയ്ത് വന്നിട്ട് എനിക്ക് പറയണം ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. കാരണം കീമോ വാർഡിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഒന്നാമത് ഇവരിട്ടേക്കണ പാട്ട് വല്ല വയലിനും ബാലഭാസ്കർ വായിക്കണ ശോക പാട്ടായിരിക്കും. അത് കേൾക്കുമ്പോഴേ ഒരു വയ്യായി ഇരിക്കണമെന്നും വയ്യാതാവും. എൻ്റെ ഭഗവാനെ തീർന്നെന്ന് വിചാരിക്കും. അതുപോലെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ്, അവരെ കണ്ടാൽ തോന്നും ഇനി 1-2 സെക്കൻഡ് പോലെ നമ്മൾ ജീവിച്ചിട്ട് ഇപ്പം തീരുന്നു തോന്നും, എൻ്റെ അമ്മ ഉൾപ്പെടെ. അതുകൊണ്ട് എൻ്റെ ആഗ്രഹമായിരുന്നു, ക്യാൻസർ ഒന്നും നമ്മുടെ ലൈഫിൽ ഒന്നുമല്ല. നമുക്കെന്ത് പനി സന്തോഷം വരും ഇല്ലേ? പനി സന്തോഷം വരില്ലേ? അതുങ്ങൾക്ക് ക്യാൻസറിനെ കണ്ടാൽ പോരെ. നമ്മൾ പേടിക്കുമ്പോൾ നമ്മുടെ അസുഖം കൂടെയുള്ളൂ. പേടിക്കാതിരുന്നാൽ വന്ന വഴിക്ക് പോയിട്ട് തിരിച്ചു നോക്കോളൂ. അല്ലെങ്കിൽ ഇനി മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, പക്ഷെ നമ്മൾ ജീവിക്കുന്ന സമയം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉറങ്ങിയ സ്ഥലം കണ്ടിട്ട് നമുക്ക് 2 പാട്ട് പാടാം. ഞാൻ ഫസ്റ്റ് വരി പാടും, 2ാമത്തെ വരി ആര് പാടും? നിങ്ങൾ പാടും. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടനല്ല, ഇനിയനായിരിക്കും ചിലപ്പം. പേരെന്താ? അഭിഷേക്. അഭിഷേക് കണ്ടിട്ട് നമുക്ക് പാട്ട് പാടാം. ശരി. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണേ, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. അപ്പൊ നഴ്സുമാർക്ക് എല്ലാവർക്കും നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം. ശരി, അപ്പം
പക്ഷെ പുറത്ത് അവരുടെ അടുത്തും പറയില്ല. യങ്സ്റ്റർ ആയിട്ടൊക്കെ നടക്കുകയാണ്. ശരി, അപ്പൊ നമുക്ക് ഒരു പഴയ പാട്ട് പാടാം. പാടുവോ? കോട്ടയത്തൊരു മുട്ട പിഴച്ചൻ, കോട്ടയത്തൊരു മുട്ട പിഴച്ചൻ, താനെ വാങ്ങി വന്നു, താനും കൂട്ടുകാരും പന്തലിൽ ചെന്നു. താനെ വാങ്ങി വന്നു, താനും കൂട്ടുകാരും പന്തലിൽ ചെന്നു. കേട്ടില്ലേ കോട്ടയത്തൊരു മുട്ട പിഴച്ചൻ, 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാം. പിന്നെ എന്റെ ജേർണി പിന്നീടാണ് സരിഗമപ കേരളം ചാൻസ് എന്ന് പറയുന്ന മ്യൂസിക് റിയാലിറ്റി ഷോ. പിന്നെ +1 +2. ഇപ്പോൾ ഞാൻ ശ്രീ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ ഡിഗ്രി BBA വോക്കൽ മ്യൂസിക് ഫൈനൽ ഇയർ കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് എക്സാം ഇച്ചിരി ഏറ്റാവുന്നതാണ്. നാളെയും മറ്റന്നാളും കൂടെ കൊണ്ട് എൻ്റെ ഡിഗ്രി ജീവിതം അവസാനിക്കും. പിന്നെ ബാക്കി സപ്ലൈ വരുന്നതൊക്കെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട. അപ്പോൾ ഇനി നമ്മൾ ഫൈനലായിട്ട് 2 പാട്ട് കൂടി പാടാൻ പോവാണ്. ഓക്കെ, കരോക്കെ ഇടാൻ ഉള്ള സംവിധാനം ഇപ്പം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ 2 പാട്ട് പാടാൻ പോവാണ്. അതിലൊരു പാട്ട് സത്യസന്ധമായിട്ട് നുണ പറയാതെ ഉത്തരം പറയണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എത്ര പേരുണ്ട്? ഒക്കെ അഭിഷേകേ കഴിയും. എൻ്റെ അമ്മ 24 മണിക്കൂർ യൂട്യൂബിലാണ്. ഇത് കൈപോക്കാതിരിക്കണമൊക്കെ. ഓക്കെ, അപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്പ് അറിയാൻ എൻ്റെ ഡാൻസ് പോയി കളിക്കും. ഇവിടെ നല്ല അടിപൊളി ഡാൻസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, കുറേ നേരം നിങ്ങളുടെ ഷോസ് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അറിയാവുന്നത് ഞാൻ പറയാൻ പാടില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആന്റിമാർക്കാണ്. ഞാൻ വിളിക്കൂല കേട്ടോ, ഞാൻ ചേച്ചിനെ വിളിക്കും. ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്നെ പ്രാവാനല്ലേ, മുതുക്ക് പെണ്ണ് വന്നിട്ട് എന്നെ ആന്റീന്ന് വിളിച്ചത് പറയാം. അതുകൊണ്ടാണെന്നല്ല, ചേച്ചിമാരും ചേട്ടന്മാരും. സുരേഷ് ബ്രോനെ പോലെ ഞാൻ അങ്കിളെന്ന് വിളിക്കാൻ വേണ്ടി, എന്നാലും ഞാൻ ബ്രോയിനെ വിളിക്കണുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, എനിക്ക് എന്തുമാത്രം പേടിയാവുന്നു. മാം ചെറുപ്പക്കാരി, ചെറുപ്പക്കാരി, നമ്മൾ നോക്കാൻ പാടില്ല. ആ മോഹൻ തന്നെ കണ്ടിട്ടേ കൂടെ അയക്കണേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പാട്ട് പാടാമോ? ഉറങ്ങിയിരിക്കല്ലേ? നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല എനർജി വേണം അല്ലേ? എന്റെ കൂടെ കരയാനും എന്റെ കൂടെ ചിരിക്കാനും കുറെ നഴ്സുമാരുണ്ടായിരുന്നു. കുറെ പേര് ഇന്നിവിടെ ഇല്ല, കുറച്ചേരൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് പാട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ പോയി. നാളെ പരീക്ഷ ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, പരീക്ഷ പറയുമ്പോഴത്തേക്കും നിങ്ങൾ മ്യൂസിക് എടുത്തവർക്ക് പാടിയാൽ മതിയല്ലോ. അല്ല ചേച്ചി, ഫിസിക്സ്, ഫിസിയോളജി ഇതിനൊന്നും പഠിക്കണം. എനിക്കെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ 6th സെമ്മിൽ പഠിച്ചതാണ്. 2nd സെമ്മിൽ ഇൻഫോർമാറ്റിക്സ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ മ്യൂസിക് റിലേറ്റ് ചെയ്ത് വല്ലതും തന്നിരുന്നെങ്കിൽ പിന്നും കൊള്ളാം. താപമലിനീകരണം, ജലമലിനീകരണം, സമുദ്ര മലിനീകരണം പഠിച്ചിട്ട് എനിക്ക് ഒരു മലിനീകരണം നടത്താനില്ല. ശബ്ദ മലിനീകരണം തന്നില്ല. ആ മ്യൂസിക് എടുത്തിട്ട് ഒരു ശബ്ദ മലിനീകരണം തന്നില്ല. സിലബസ് ഉള്ളവരെ തൊഴുവണം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പാട്ടാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട് സുന്ദരന്മാരും സുന്ദരിമാരും? കുറച്ച് പേരുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരും ആണെന്നാണ് അല്ലേ? ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കില്ലേ? ഞാൻ ഗായത്രി രാമായണം കണ്ണാടി മുമ്പെന്ന് പറയും ഞാൻ സുന്ദരിയാണെന്ന്. നിങ്ങളങ്ങനെ പറയൂല? പറയും. ആ സുന്ദരിക്ക് കൊടുക്കൊരു കഴി. അപ്പൊ നമ്മള് എത്ര സങ്കടമാണെങ്കിൽ നമ്മൾ ചിരിച്ചോണ്ടിരിക്കാവും. ചിരിക്കുമ്പോൾ നമ്മുടെ ഈ 2 കവിളിലൊരു ഗ്ലോ വരും. അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ സുന്ദരിമാർക്കും വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട്. കൂടെ പാടിക്കോണം.
ഇനി എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും 2 കൈ വന്ന് മുകളിലോട്ട് എടുത്തു. സിഒ സാറോട് ഭയങ്കര ചർച്ചയിലാണ്. ആ 2 കൈ ഒന്ന് മുകളിലോട്ട് എടുത്തു. ചെറുതായിട്ടൊന്ന് ഡാൻസ് കളിക്കാം. കൺമണി അൻപോട് കാതലെന്നാൽ എഴുതും കടുത്തമേ പൊന്മണി മുൻപീട്ടിൽ സൗഖ്യമാനാൽ എഴുതും സൗഖ്യമേ. താങ്ക് യു. അപ്പം നമുക്ക് എവിടെയെങ്കിലും വെച്ച് എവിടെയെങ്കിലും കാണാം. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ഓർമ്മയില്ല, എന്നാലും അഭിഷേകം ഞാൻ മറക്കില്ല. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വന്ന് മിണ്ടോ കേട്ടോ. എനിക്ക് ജാടയും അഹങ്കാരമൊന്നും ഇല്ല, അങ്ങനെ വിചാരിച്ചതല്ലേ. ബൈ ബൈ.